ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടുള്ള ജ്യൂസാണ്. അപ്പോൾ അതിന് മിക്സി ഓണാക്കൊന്നും വേണ്ട, എല്ലാത്തിനും നമുക്ക് എങ്ങനെ ഇത് ജ്യൂസാക്കാൻ നോക്കാം കേട്ടോ. അതിനുവേണ്ടി 3 റോബസ്റ്റ് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു ജഗ്ഗോ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ 3 പഴം പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എല്ലാ പഴം പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം കുറച്ച് പാല്, ഫുൾ പാൽ ഒഴിക്കരുത്, കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എത്ര പഞ്ചസാര നമുക്ക് വേണോ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്ക് എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ഇട്ടാൽ. പിന്നെ അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ അത് പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സ്പൂൺ വേണം. അത് വെച്ചിട്ട് നല്ല ഇങ്ങനെ ഉടച്ച് കൊടുക്കുക. സ്മാഷർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. റോബസ്റ്റ് പഴമല്ല, പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു കിട്ടും. അത് നല്ല സ്പീഡിൽ ഇങ്ങനെ ഇതാക്കിയിട്ടിട്ട് പ്രസ് ചെയ്താൽ ഉടച്ചാൽ തന്നെ അതാവും. പിന്നെ നല്ല ഉടച്ച് കുറച്ച് ചെറുതായിട്ട് പഴുപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയ പീസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അത് ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ. അത് നല്ല ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഒരുവിധം ഒക്കെ ആയിട്ടോ. ഇത് നല്ല കൈവച്ച് നിർത്താതെ അങ്ങനെ ആക്കിയപ്പോൾ തന്നെ നല്ല മിക്സായി. കാരണം അതുകൊണ്ടാണ് കുറച്ച് പാൽ ആദ്യം ഒഴിക്കാൻ പറ്റുന്നത്. ഒരുപാട് പാലൊഴിച്ച് അതുപോലെ ആയില്ല. പിന്നെ നല്ല ഉടഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എത്ര പാല് വേണോ അത്ര ഒഴിക്കാം. വെള്ളം തീരെ ചേർക്കരുതിട്ട്, വെള്ളം ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പാലാണ് ഫുൾ ആഡ് ചെയ്യുന്നത്. വെള്ളം തീരെ ഞാൻ ചേർത്തിട്ടില്ല, അത്ര ടേസ്റ്റ് കിട്ടില്ല. പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാൽ തന്നെ ചേർക്കണം. ആദ്യം കുറച്ച് പാൽ ഒഴിക്കണത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാൽ ആദ്യം ഒഴിക്കണത്. പിന്നെ എല്ലാം ഉടഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യാനുസരണം പാൽ ഒഴിച്ചാൽ മതി. എത്ര വേണ്ടി വെച്ചാൽ ചെറുതായിട്ട് അതിൻ്റെ പൾപ്പുണ്ടെങ്കിലും പ്രശ്നമില്ല. പീസസ് ഉണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ കടിക്കുമ്പോൾ രസമാണ്. നല്ല ഒരുവിധം ഉടഞ്ഞോട്ടെ. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഐസ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് ഞാൻ വല്ലാതെ ഇടണില്ല, എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ആയതുകൊണ്ട് ഞാൻ 2 പീസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു. അപ്പോൾ ജ്യൂസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മിക്സി ഓണാക്കാൻ തന്നെ അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അധികം പീസസ് ഒന്നും ഇല്ലത്, പാകത്തിന് സെയിം ആ ഒരു ടെക്സ്ചറിൽ തന്നെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ചെറിയ പീസ് അത് കഴിക്കാൻ വേണ്ടി അങ്ങനെ ടേസ്റ്റാണ്. അത് ജസ്റ്റ് നമ്മൾ അവിൽ മിൽക്കൊക്കെ കുടിക്കില്ല ആ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ വരിക. ഏലക്കയുടെയും ഇതിൻ്റെയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.